ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്രോണി ഉണ്ടാക്കിയാണ് ഞങ്ങൾ. അതിന് വേണ്ടി ഫസ്റ്റ് തന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ മക്രോണി നല്ലോണം കഴുകിയിട്ട് അതിലേക്കിടുക. അത് വെന്ത് വന്നതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ച് നമ്മൾ അതിലത്തെ വെള്ളമൊക്കെ പൂക്കുക. കുറച്ച് നേരം ഇങ്ങനെ വെക്കുക. ആ വെള്ളമൊക്കെ പോകുന്ന നേരം കൊണ്ട് ക്യാരറ്റും ക്യാപ്സിക്കവും ഉള്ളിയും തക്കാളിയും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മളെ മെയിൻ സാധനം മക്രോണിയും അത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഞങ്ങൾ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കുക. അത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കിടാം. എന്നിട്ട് നമുക്കത് ബ്രൗൺ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലോണം ഇളക്കണം ഇത്. വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഉള്ളി ഇടാം. എന്നിട്ടൊന്ന് നമ്മൾ നല്ലോണം ഇളക്കാം. അതും നമുക്കൊരു ബ്രൗൺ നിറായിട്ട് വരണം. അത് സ്ലിമ്മിലൊന്ന് നല്ലോണം ഇളക്കുക. അതൊന്ന് വേഗം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തിരി ഉപ്പിടുകയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കി ചെടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. ഇതൊന്ന് വേഗം ഒന്ന് വഴറ്റേണ്ടിയിട്ട് നമുക്ക് ഇത്തിരി നേരം മൂടി വെക്കാം. അടി പിടിക്കാതെ നോക്കണം. എന്നിട്ട് നമ്മൾ മൂടി തുറന്നിട്ട് ഒന്നും കൂടെ ഇളക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി ഇടുകയാണ്. തക്കാളിയും ഒന്ന് നല്ലോണം ഇട്ട് ഇളക്കുക. അതൊന്ന് വഴറ്റി വരണം. തക്കാളി ഒന്ന് വേഗം വഴറ്റേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഒന്ന് മൂടി തുറന്നിട്ട് നമുക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്ന് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. ഈ ക്യാപ്സിക്കവും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് കാണാൻ നല്ല കളർഫുള്ളാണ് ഗൈസ്. അതും ഒന്ന് വേഗം നമ്മൾ മൂടി വെക്കാം. എന്നിട്ട് ഗൈസ് പൊടികളായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത്തിരി മല്ലിപ്പൊടിയും ഇടാം. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കുക ഗൈസ്. എന്നിട്ട് മുളകും ഇതൊക്കെ വേണോ നോക്കുക. എന്നിട്ട് ഇത്തിരി മുളക് പൊടി ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിക്കൻ മസാല ഇത്തിരി ഇടുന്നുണ്ട് ഗൈസ്. ഒരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി നിങ്ങൾ. അതും ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്ന് ഇളക്കാം. മുളക് പൊടിയൊക്കെ ഇട്ട ഗൈസ് നല്ല കളറുണ്ട് ഇപ്പോൾ. എന്നിട്ട് ഗൈസ് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും ഇടുന്നുണ്ട്. കുരുമുളക് നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാൽ മതി. അല്ല കുരുമുളക് ഇടണ്ട, മുളക് പൊടി ഇട്ടതിനോട്. അതൊക്കെ ഇട്ടതിനോട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഗൈസ് ഞങ്ങൾ ഇടുന്നത് ടൊമാറ്റോ സോസാണ്. അതും നമ്മുടെ ആവശ്യത്തിനിടാം.
ഞങ്ങൾ ടൊമാറ്റോ സോസ് കുറേ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഒഴിച്ചാൽ മതി. അതൊഴിച്ചിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ ഇത്തിരിയും കൂടെ ഒഴിച്ചാൽ മതി. ഇതൊക്കെ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത്തിരി വെള്ളം പാരുക ഗൈസ്. അപ്പോഴത്തേക്കും ഞങ്ങളിവിടെ കറണ്ട് പോയി, അതുകൊണ്ടാണ് കുറച്ച് ലൈറ്റ് മങ്ങിയത്. എന്നിട്ട് അതും നല്ലോണം നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ മെയിൻ സാധനം മക്രോണി ഇടാം. അത് വരായിട്ട് ഞങ്ങൾ ഒന്നായിട്ട് തട്ടിയതാണ് ഗൈസ്. കണ്ടോ, ഒന്നായിട്ട് തട്ടിയപ്പോൾ ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പായിട്ട് വന്നു. അപ്പം അതും നമ്മൾ മക്രോണി ഇട്ടിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. ഇതാണ് ഗൈസ് ഞങ്ങളുടെ മക്രോണിയുടെ അവസാന ലുക്ക്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.